എൻ്റെ ഉപ്പ മദ്യപാനിയായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ അതിൽ നിന്നും മുക്തി നേടിയിട്ട് 6 വർഷം കഴിഞ്ഞു. ഒരു സഹോദരിയാണ് ഈ ഒരു പ്രശ്നം അയക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം ഉമ്മയുമായി വഴക്കാണ്. ഉമ്മയെ വളരെയധികം മാനസികമായും ശാരീരികമായും ഉപ്പ ഉപദ്രവിക്കുകയാണ്. സംശയമാണ് ഉമ്മയെ. എൻ്റെ ഭർത്താവുമായി കിടപ്പറ പങ്കിടുന്നു, അഥവാ മരുമകനുമായിട്ട് കിടപ്പറ പങ്കിടുന്നു എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാ എൻ്റെ ഹസ്ബൻഡ് ഒരു സലഫി ആശയക്കാരനാണ്. ഞങ്ങളാണെങ്കിൽ ഒരു യാഥാസ്ഥിക കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബം വളരെ ഭംഗിയായി റാഹത്തായിട്ട് ജീവിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും, അഥവാ എൻ്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഉമ്മയെയും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ്. ഉപ്പ ഈ കാരണമൊക്കെ പറഞ്ഞിട്ട് എന്നോടും അഥവാ സ്വന്തം മകളോട് അതുപോലെ മരുമകനോട് ഉമ്മയോട് ഒന്നും സംസാരിക്കുന്നില്ല. ഈ ഒരു വിഷമത്തിലാണ് ഞങ്ങളുള്ളത്. ഈ പ്രോഗ്രാം ഞങ്ങൾ സ്ഥിരമായി കാണുന്നതുകൊണ്ട് ഇതിൽ നിന്നൊരു സമാധാനം കിട്ടുന്നു. ഇനിയും ഇതുപോലുള്ളൊരു സമാധാനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു ഫീഡ്ബാക്കിലൂടെ ഇവരുടെ പ്രയാസങ്ങൾ നമ്മോട് പറഞ്ഞു. ഇതിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിഷമം തന്നെയാണ്. കാരണം വാപ്പ ഉമ്മാനെ സംശയിക്കുക, ഇവിടെ ഭർത്താവിനെ സംശയിക്കുക. അവർക്ക് ഇവരെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസ്ഥാനത്തുള്ള ഒന്ന് ഭർത്താവാണ്, പിന്നെ ഒന്ന് ഉമ്മയാണ്. അതും ഗുരുതരമായ ആരോപണമാണ് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാനസിക ടെൻഷനുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. എന്തുകൊണ്ടെന്ന് വന്നാൽ, അതായത് ഏതെങ്കിലും നിലക്ക് ഒരു അവിഹിതം ഭർത്താവിനുണ്ടെങ്കിൽ അതിൽ ഒരു കാരണവുമില്ലാതെ സംശയിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ആളാരാണ്? ഭാര്യയാണ്. ഭാര്യക്ക് ഭർത്താവിന് സംശയമില്ലെങ്കിൽ അയാൾ പിന്നെ സംശയിക്കപ്പെടേണ്ട കാര്യമില്ല. അതാണ് അതിലൊരു പ്രധാനം. അപ്പം അതുകൊണ്ട് എന്തായിരുന്നാലും ഈ പറയുന്ന ആരോപണങ്ങൾക്ക് യാതൊരു അടിത്തറയുമില്ല. പിന്നെ ഇത് പറയണമെങ്കിൽ എന്ത് വേണം? 4 സാക്ഷികളെ പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും ഈ സഹോദരിക്ക് വിശ്വസിക്കാം, എന്ത്, ഭർത്താവും ഉമ്മയുമായിട്ടുള്ളൊരു ബന്ധം എന്നത് ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആരോപണം വന്നത്? അതാണ് രണ്ടാമത്തെ കാര്യം. ആ കാരണം, ഇപ്പൊ നമ്മൾ നിരന്തരമായി ഡി അഡിക്ഷൻ സെന്ററിൽ ബന്ധപ്പെടുന്നതും അവിടുത്തെ ആളുകളായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുന്നതാണ്. അത് ഞാൻ മനസ്സിലാക്കണത്, മദ്യപാനികളിൽ 99.4% മദ്യപാനികളും ഭാര്യമാരെ സംശയിക്കും. അത് ഭാര്യമാരെ മദ്യപാനികൾ ഭാര്യമാരെ സംശയിക്കുവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഒരു മദ്യപാനി ആകുന്നതോടുകൂടെ അയാളുടെ യഥാർത്ഥ പൊസിഷനിൽ നിന്ന് അയാൾ മാറും. ഇപ്പൊ പിതാവാണെങ്കിൽ മക്കൾക്ക് ഒരു പിതാവ് എന്നുള്ള കള്ളുടേനാവും. ഒരു മദ്യപാനിയായിട്ടേ വിലയിരുത്തപ്പെടുള്ളൂ, വാപ്പയായി വിലയിരുത്തപ്പെടൂല. അതേമാതിരി ഭർത്താവ് എന്നുള്ള സ്ഥാനം അയാൾക്ക് തെറിക്കും. എന്താണുള്ളത്? ഇപ്പൊ നമ്മളൊരു സ്കൂളിലെ അധ്യാപകൻ മദ്യപിക്കുകയാണെങ്കിൽ അയാളൊരു കള്ളുകൂടിയെന്നേ പറയുള്ളൂ. അധ്യാപകൻ എന്നുള്ള ആ ഒരു മഹത്വം അയാൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇയാൾ സ്വാഭാവികമായി എന്തിച്ചു, മദ്യപാനി ആയ സമയത്തോടു കൂടെ അയാൾ ഭർത്താവല്ലാതായി മാറി. അപ്പൊ പിന്നെ ഇവളുടെ ഭർത്താവ് ആരാണ്? ഇതാണ് മദ്യപാനികൾ സംശയം. അപ്പൊ ഇവൾക്ക് ആരുണ്ട്? ഇവളെല്ലാം ആരോടോ പറയുന്നുണ്ട്, ഇവളെ കാര്യങ്ങൾ ആരോ നോക്കുന്നുണ്ട്, ഇവളെ ആവശ്യങ്ങൾ ആരോ നിർവഹിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അയാൾ ആ പോസ്റ്റിലില്ല, മാനസികമായി അയാൾ ആ പോസ്റ്റിൽ പോയി. പക്ഷെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭർത്താവ് തന്നെയാണ്, മനസ്സിലായി. പക്ഷെ അയാൾ ചിന്തിക്കണത് എനിക്ക് എന്തില്ല, ഭാര്യ ഒരു പരിഗണന തരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഇവർക്ക് സംശയം തുടങ്ങും. ഇവൾ ആരത്ത് പോകുന്നുണ്ട്, എങ്ങനെയുണ്ട്, അങ്ങനെയുള്ളൊരു സംശയം ഇയാൾക്ക്. അതാ സംശയമാണ് ഇവിടെ പറയുന്നത്. ഈ സംശയം എന്താണ് മരുമകന്റെ പേരിൽ പറയാൻ കാരണം? അതിനും കാരണമുണ്ട്. കാരണം ഈ സ്ത്രീ വീട്ടിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു സംശയം പറയണമെങ്കിൽ എന്തുവാണ്? ഇപ്പൊ ഒരു ജോലിക്ക് പോകണമെങ്കിൽ സഹപ്രവർത്തകർ സംശയം പറയാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അയൽവക്കത്തൊരു ആണുണ്ടെങ്കിൽ അയാളെ പറ്റി സംശയം പറയാം. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? വീട്ടിൽ വരുന്ന ഏക ആരാണ്? മരുമകന്. അതുകൊണ്ടാണ് മരുമകനുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു സംശയം ഭാര്യയെ പറ്റി ഉണ്ടാവും. അതിനൊരു പുരുഷൻ വേണം. അതിന് എന്ത് ചെയ്യണം? ഒരു ചെറിയ ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരാളെ കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തി തികച്ചും അന്യായമായും അസത്യമായും ഗുരുതരമായ ഒരു ആരോപണം പറയുമ്പോൾ, അത് തൻ്റെ പിതാവിനെ പോലുള്ള ഒരാളാകുമ്പോൾ, അത് അയാൾ പറയുന്നത് ഒരു തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. അതിൽ വെറുതെ ഞാൻ ടെൻഷൻ ആവേണ്ടതില്ല എന്ന് ചിന്തിച്ച് അതിനെന്ത് ചെയ്യുക,
ഒരു നെവർ മൈൻഡ് ആക്കി ഇടലേ പറ്റുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം, മദ്യപാനമൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മദ്യപാനം നിർത്തുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട കുറേ കൗൺസിലിങ്ങുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞത് 6 വർഷമായിട്ട് മദ്യപാനം നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ അയാൾക്ക് ഈ മദ്യപാനികൾക്ക് മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാവും. അത് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടാണ് അവരെ വിടേണ്ടത്. അവിടെ ജോലികളിൽ പ്രശ്നം ഉണ്ടായിരിക്കും, മക്കളുമായുള്ള റിലേഷൻ പ്രശ്നം. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും സെറ്റിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഈ 6 കൊല്ലം കഴിഞ്ഞിട്ടും എന്ത് ചെയ്യേണ്ടത്, ഈ പ്രശ്നങ്ങൾ അവശേഷിക്കാനുള്ള കാരണം. അതിനൊരു അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുടുംബം ഒരു ദീനിയായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇസ്ലാമിക് കൗൺസിലറെ കണ്ട് എന്ത് ചെയ്യുക, ഓരോരുത്തരോടും പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്താൽ ഇതൊക്കെ ദൂരീകരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്.